അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സക്കാത്തുമായി ബന്ധപ്പെട്ടാണ്. ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. സക്കാത്ത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വ്യക്തമായി സൂറത്ത് തൗബയിലൂടെ പറയുന്നുണ്ട്. സക്കാത്തിൻ്റെ അവകാശികളായ 8 വിഭാഗം ആളുകളാണ്. അതിലൊന്നാമത്തേത് ഫക്കീറാണ്, പാവങ്ങൾ. ജീവിക്കാൻ മതിയായ സമ്പത്തില്ലാത്തവർക്കാണ് ഫക്കീർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മിസ്കീൻ, അതിയായ ദരിദ്രൻ. ഫക്കീറിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളവർ, പാവങ്ങളെക്കാൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ, ജീവിക്കാൻ മതിയായ സമ്പത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആളുകൾ. മൂന്നാമത്തേത് സക്കാത്ത് ശേഷിക്കുന്നവരാണ്. സക്കാത്ത് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നവർക്ക് അവകാശപ്പെട്ടതാണ് സക്കാത്തിൻ്റെ മുതൽ. നാലാമത്തേത് ഹൃദയം ഇസ്ലാമിലേക്ക് അടുപ്പിക്കേണ്ടവർ, ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ സഹായം നൽകേണ്ട ആളുകൾ, അവർക്കും സക്കാത്ത് കൊടുക്കാവുന്നതാണ്. അഞ്ചാമത്തേത് അടിമകളെ മോചിപ്പിക്കാൻ, അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്നവർ, സഹായിക്കുന്നവർ, അവർക്കും സക്കാത്ത് കൊടുക്കാവുന്നതാണ്. 6, കടപ്പെട്ടവർ. സ്വന്തം ആവശ്യങ്ങൾക്ക് കടം എടുത്ത് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ആളുകളുണ്ടല്ലോ, അവർക്കും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. 7, അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുന്നവർ, അതായത് ഇസ്ലാമിനും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവർക്കും സക്കാത്ത് കൊടുക്കാവുന്നതാണ്. 8, ഇബ്നു സബീൽ, യാത്രക്കാരാണ്, യാത്രയിൽ പണം തീർന്നു പോയവരാണ്, അവർക്കും സക്കാത്ത് കൊടുക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ പാവങ്ങൾക്കും കഷ്ടപ്പെട്ടവർക്കും സഹായം ആവശ്യമുള്ളവർക്ക് സക്കാത്ത് നൽകാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇവരല്ലാതെ മറ്റുള്ളവർക്ക് സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ സക്കാത്തിൻ്റെ കടപ്പാട് നാം വീടുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.